ഇത് ഈ മേളിൽ കാണുന്ന വീഡിയോ ഓർക്കുന്നുണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 16 ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു ഫ്ലവർ വേസിൻ്റെ ബേസ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പരിപാടിയാണ് ഇന്ന്. കാർഡ്ബോർഡും കൊണ്ട് നമ്മൾ സെറ്റാക്കിയ ആ ബേസ് ഞാൻ ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ. വൈറ്റ് സിമെൻ്റ് ആണെങ്കിലും മതി. അതിൻ്റെ അകത്തേക്ക് കുറച്ച് പശയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ബ്രഷും കൊണ്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുക. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കണം. ഫസ്റ്റത്തെ കോട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കണം. ഞാൻ 2 കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടും. ദേ ഇങ്ങനെ കിട്ടും. ഇനി മുറ്റത്തുനിന്ന് കുറച്ച് കല്ലുകൾ വാരിക്കൊണ്ട് പോരെ. ഞാൻ വളരെ കുഞ്ഞി കല്ലുകൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. വലിയ വലിയ കല്ലുകൾ ഒട്ടിച്ചാൽ ആ ഒരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി കല്ല് കിട്ടിയില്ലെങ്കിൽ അതേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കിയെടുത്താലും മതി. ഇനി നല്ലൊരു പശ എടുക്കുക. അത്യാവശ്യം കല്ലൊട്ടിയിരിക്കാൻ പാകത്തിനുള്ളൊരു പശ എടുക്കുക. ഗ്ലൂ ഗൺ ആയാലും മതി കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് B7000 ആണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പശ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ ഒരു വൈറ്റ് പെയിൻറ് അടിച്ച് കൊടുക്കുക. ഞാൻ സ്പ്രേ പെയിൻ്റാണ് എളുപ്പത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് പെയിൻ്റ് ആയാലും മതി കേട്ടോ. ഇനി നമ്മൾ ആ കല്ലുകൾക്ക് മാത്രം ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാൻ പോവാണ്. അതാണ് എനിക്ക് ഈ ഹോൾ പ്രോസസ്സിൽ കുറച്ച് പാടായിട്ട് തോന്നിയത്. കാരണം ആ കല്ലുകൾക്ക് മാത്രം അടിക്കണം. വൈറ്റിലേക്ക് ആവാണ്ട് സൂക്ഷിച്ചടിച്ചാലാണ് കേട്ടോ അതിൻ്റെ ആ ഭംഗി കിട്ടത്തുള്ളൂ. അടിച്ച് കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്ലവേഴ്സ് വെക്കാം. കാണാൻ ഭയങ്കര രസമാണ്. ഈ ഫോണിൽ എനിക്ക് ആ യഥാർത്ഥ ഭംഗി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്കിത് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് എങ്ങനെ പോയാലും ഒരു 100 രൂപ താഴെ വന്നിട്ടുള്ളൂ കേട്ടോ. ആൻഡ് അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.